കിരണേ, ബ്ലാക്ക് മൂൺ മീഡിയ എന്ന് പറയുന്നത് ഒരു സൗഹൃദ വലയങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു മീഡിയ ആണ്. ഒരുപാട് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കിരൺ ഇതിലൊരു ന്യൂ കമറാണ്. ബ്രോനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എക്സ്പെക്ടേഷൻസും പിന്നെ ഇതിലേക്ക് വന്നപ്പോൾ ഉണ്ടായ എക്സ്പീരിയൻസുകളൊക്കെ എങ്ങനെയായിരുന്നു? ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഷഫീഖ് 6th സി എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം. ഇത് ഞാനൊരു ദിവസം ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ റാൻഡമായിട്ട് കണ്ടതാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് അത് ഡിസർവ് ചെയ്യുന്നൊരു റീച്ച്, നമ്മുടെ സോക്കോൾഡ് റീച്ച് അതിന് സംഭവിച്ചിട്ടില്ല. ബ്ലാക്ക് മൂണിനെ സംബന്ധിച്ചിടത്തോളം സാധാരണ നമ്മൾ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ 3-4 ദിവസം ഗ്രൂമിങ് സെഷൻ, ഒരു ആക്ടറിനെ പരമാവധി പിഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഷൂട്ടിംഗ് സമയം ആകുമ്പോഴത്തേക്ക് പാകപ്പെടുത്തിയെടുക്കും. എന്താണോ ഡയറക്ടർക്ക് ആവശ്യമുള്ളത് ആ ലെവലിലേക്ക് പാകപ്പെടുത്തിയെടുക്കുകയാണ് ചെയ്യാറ്. എന്താണ് ഈ സീൻ എന്നുള്ളത് നമ്മൾ ഷോട്ടിന് തൊട്ട് മുന്നേ മാത്രമേ പറഞ്ഞു തരുള്ളൂ. കാരണം ചിലപ്പോൾ സ്ക്രിപ്റ്റ് ഉണ്ടായ സാധനമൊന്നും ആയിരിക്കും നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ടാവുക, ആ ഡയലോഗും ആയിരിക്കില്ല. അപ്പം നമ്മൾ ഓൾറെഡി പ്രീ പ്ലാൻ ചെയ്ത് വന്ന സാധനങ്ങളും ചിലപ്പോൾ വർക്കാവുന്നില്ല. കിരണേ, ബ്ലാക്ക് മൂൺ മീഡിയ എന്ന് പറയുന്നത് ഒരു സൗഹൃദ വലയങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു മീഡിയ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും കിരൺ ഇതിലൊരു ന്യൂ കമറാണ്. ഒരുപാട് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ബ്ലാക്ക് മൂണിലേക്ക് ആദ്യമായിട്ട് വരികയാണ്. അപ്പോൾ ബ്രോനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എക്സ്പെക്ടേഷൻസും പിന്നെ ഇതിലേക്ക് വന്നപ്പോൾ ഉണ്ടായ എക്സ്പീരിയൻസുകളൊക്കെ എങ്ങനെയായിരുന്നു? ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ രീതിയിൽ ഷഫീഖ് 6th സി എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം. ഇത് ഞാനൊരു ദിവസം ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ റാൻഡമായിട്ട് കണ്ടതാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് അത് ഡിസർവ് ചെയ്യുന്നൊരു റീച്ച്, നമ്മുടെ സോക്കോൾഡ് റീച്ച് അതിന് സംഭവിച്ചിട്ടില്ല. അപ്പം അങ്ങനെ ഞാൻ ഈ പറയുന്ന ഈ ടീമിലെ, അതായത് ഡയറക്ടർ ആകാശിനെ മെൻഷൻ ചെയ്തുകൊണ്ട് ഒരു സ്റ്റോറി ഇടും. ഇത് അതിൻ്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ സ്റ്റോറി ഇട്ട സമയത്ത് സ്വാഭാവികമായിട്ട് മെസ്സേജ് അയച്ചു, താങ്ക് യു ബ്രോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ബന്ധം തുടങ്ങുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് ഫ്യൂ ഡേയ്സ് അത് കഴിഞ്ഞതിന് ശേഷമാണ് എന്നോട് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്, ഒന്ന് സംസാരിച്ചാലോ. അങ്ങനെ നമ്മളൊരു 3-4 തവണ ഇതിൻ്റെ കഥ ഇവനെനിക്ക് പറഞ്ഞു തന്നു ആകാശ്. നമുക്ക് പരിപാടി കൊള്ളാം. ഞാൻ അത് ആസ് എൻ ആക്ടർ എനിക്ക് പേഴ്സണലി എന്തെങ്കിലും ചെയ്യാൻ ഒരു സ്പേസ് ഉണ്ട് എന്ന് ഈ പ്ലോട്ടിൽ എനിക്ക് തോന്നി. നമ്മൾ ഇപ്പോഴും ഒരു കമേഴ്ഷ്യൽ പരിപാടികളെ പറ്റി പറയുന്നതല്ല, കമേഴ്ഷ്യലിനപ്പുറത്ത് ആക്ടിങ്ങിൽ കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു സ്പേസ് ഈ പ്ലോട്ടിലുണ്ട് എന്ന് തോന്നി. അപ്പം അങ്ങനെയാണ് ആകാശമായിട്ട് ഇത് സംഭവം നമ്മൾ, അതായത് നിങ്ങളെ ബ്ലാക്ക് മൂണിൻ്റെ ഭാഗമാവാൻ നമ്മൾ ഉറപ്പിക്കുന്നത്. ഇതുവരെ ചെയ്തതിൽ നിന്നെല്ലാം മാറി മൊത്തത്തിൽ നല്ലൊരു പരിപാടി. പിന്നെ അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇത് പ്രൊഡക്ഷൻ്റെ കാര്യമൊന്നും അങ്ങനെ നിങ്ങളെ ബ്ലാക്ക് മൂൺ പ്രൊഡക്ഷൻസ് എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. അപ്പോൾ എനിക്കും കൂടി ഈ രീതിയിൽ എൻ്റെ ഭാഗത്ത് നിന്ന് കോൺട്രിബ്യൂഷൻ എന്തെങ്കിലും ചെയ്യണം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ എൻ്റെ കയ്യിലില്ല, അപ്പോൾ നമുക്കൊരാളെ വേണം. അപ്പം അങ്ങനെ ആ ഒരു അന്വേഷണത്തിൽ രതീഷ് കുന്നിയൂർ എന്നിട്ട് നമ്മളൊരു ബ്രദറായിട്ട് വരും, കസിൻ. അപ്പോൾ രതീഷ് ഏട്ടൻ ഇതിൻ്റെ ഭാഗമായി. രതീഷ് ഏട്ടൻ എന്താ പറയുക, അത്രയും ഹാപ്പി ആയിട്ട്. കാരണം ഈ രതീഷ് ഏട്ടന് ഇതിൻ്റെ, അതായത് ഇത്തരം വിഷ്വൽ പ്രൊഡക്ഷൻസ് സംഭവങ്ങളിലായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ അതിനുള്ളൊരു സാഹചര്യം ഉണ്ടായില്ല. അപ്പം അങ്ങനെ രതീഷ് ഏട്ടനും കൂടി വരുന്ന സമയത്ത് ഞാനും കുറച്ചും കൂടി ഒന്ന് എനർജറ്റിക്കായി, അതായത് ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ. പിന്നെ ഫസ്റ്റ് ഷെഡ്യൂൾ ഷൂട്ട് പോകുന്ന സമയത്ത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അതായത് ഞാൻ നോക്കുന്ന സമയത്ത് ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്, എല്ലാവരും ഭയങ്കര ഗംഭീര പെർഫോമേഴ്സാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് അടിച്ചടിച്ച് നിൽക്കണം, പാളിപ്പോകാൻ പാടില്ല. അപ്പം അങ്ങനെ മൊത്തത്തിൽ കൺഫ്യൂഷനോടുകൂടിയാണ് ഫസ്റ്റ് ഷെഡ്യൂളിൽ ജോയിൻ ചെയ്യുന്നത്. പക്ഷേ നമ്മളെ ആ ഒരു ജേണി, ഫസ്റ്റ് ഷെഡ്യൂൾ നമ്മൾ കൂർഗിലായിരുന്നു. ഒരുപാട് ആർട്ടിസ്റ്റ് നമ്മളൊന്നിച്ച് ആ ട്രാവലറിലെ ആ ഒരു യാത്രയിലാണ് ശരിക്ക് നമ്മൾ അങ്ങോട്ട് സിങ്കായി വന്നത്. നമ്മൾ ഫുൾ സിനിമയെ കുറിച്ച് സംസാരിക്കുന്നു, എല്ലാവരെയും ചിന്തകൾ മുഴുവൻ സിനിമയാണല്ലോ. എല്ലാവരും സിനിമകളെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്പേസിൽ നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുന്ന പരിപാടി, ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്യുന്നു, അവിടെ അടുപ്പ് കൂട്ടുന്നു, പച്ചക്കറിയും കാര്യങ്ങളെല്ലാം ചടപട. അപ്പോൾ ആ ഒരു പരിപാടി നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് സംസാരിച്ച കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ആ ഒരു ലൊക്കേഷനിൽ എത്തുമ്പോഴേക്കിൽ നമ്മൾ അതുമായിട്ട് അങ്ങ് ഓക്കെ ആയി. പിന്നെ നമ്മൾ പുതിയ ആൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ടീമാണ്, ആ ഒരു സാധനമില്ല. നമ്മളെല്ലാവരും ഒരു ടീം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തി.
ബ്ലാക്ക് മൂണിനെ സംബന്ധിച്ചിടത്തോളം സാധാരണ നമ്മൾ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ 3-4 ദിവസം ഗ്രൂമിങ് സെഷൻ, ഒരു ആക്ടറിനെ പരമാവധി പിഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഷൂട്ടിംഗ് സമയം ആകുമ്പോഴത്തേക്ക് പാകപ്പെടുത്തി എടുക്കും. എന്താണോ ഡയറക്ടർക്ക് ആവശ്യമുള്ളത് ആ ലെവലിലേക്ക് പാകപ്പെടുത്തി എടുക്കുകയാണ് ചെയ്യാറ്. പക്ഷേ കിരണിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു പ്രോസസ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. ഡയറക്റ്റ് നമ്മളെ കണ്ടു, സംസാരിച്ചു, അതേപോലെ തന്നെ ഷൂട്ടിംഗ് ഡേയ്സ് ഇന്ന ഡേയ്സ് ആണെന്ന് പറഞ്ഞു, നമ്മൾ ഷൂട്ടിംഗ് അങ്ങ് തുടങ്ങി. ആ ജേണിയിലാണ് നമ്മൾ കുറച്ചുകൂടി റാപ്പോ സെറ്റ് ആകുന്നതൊക്കെ. പക്ഷെ എന്നാലും ഒരു ആക്ടർ എന്ന നിലയിൽ ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ട്, ഒരുപാട് വർക്ക് ചെയ്ത ഒരാളും കൂടിയാണ്. അപ്പം എങ്ങനെയായിരുന്നു ഈ ഒരു ആക്ടർ എന്ന നിലയിൽ, ഇപ്പം ഓൾറെഡി സംസാരിച്ചിരിക്കുന്നത് നമ്മൾ സൗഹൃദമാണ് അല്ലേ, പക്ഷെ ഒരു ആക്ടർ എന്ന നിലയിൽ എങ്ങനെയായിരുന്നു അതിനെ എക്സിക്യൂട്ട്, അല്ലെങ്കിൽ എന്തായിരുന്നു എക്സ്പെക്ടേഷൻസ്? അതായത് നേരത്തെ പറഞ്ഞ സ്ക്രിപ്റ്റിൻ്റെ ഒരു രൂപത്തിൽ എനിക്കൊന്നും കിട്ടിയിട്ടില്ല, അതായത് റിട്ടേൺ ഫോർമാറ്റിൽ ഒന്നും കിട്ടുന്നില്ല. പക്ഷേ ഒരു 4-5 തവണ കഥ പറഞ്ഞ് എനിക്കിത് സംഭവം പരിപാടി കിട്ടി. പിന്നെ ഞാനിതിങ്ങനെ ഞാൻ പറഞ്ഞില്ല, കൺഫ്യൂഷൻ വന്നു. അതെ. പക്ഷേ ഈ കൺഫ്യൂഷനോടുകൂടി ഞാൻ ചെയ്യുമ്പോഴും ആകാശിനെ ഞാനിങ്ങനെ നോക്കുക, ആകാശം ഓക്കെയാണോ, ഡയറക്ടർ പെർസ്പെക്റ്റീവിൽ അയാൾ ഉദ്ദേശിക്കുന്ന സാധനം കിട്ടുന്നുണ്ടോ. അതിനുവേണ്ടി പിന്നെ ഇങ്ങനെ ആലോചിക്കുക. ഈ കൺഫ്യൂഷൻ ആണ് ശരിക്കും ആ ഒരു ക്യാരക്ടർ എന്ത് ചെയ്യണം, ഏത് രീതിയിൽ ക്യാരക്ടർ ബിൽഡിങ്, ആ ഒരു പ്രോസസ്സ് സംഭവിച്ചത്. പിന്നെ ഒന്നിച്ചുള്ള കോ ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസ് സാധനങ്ങൾ അവർ എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ ഇതന്നെ അൾട്ടിമേറ്റ്ലി തലേദിവസമായിരിക്കും ഇപ്പം ഡയലോഗ്സ് പെട്ടെന്ന് കിട്ടുന്ന കുറേ ഡയലോഗ്സ് നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പം അവിടെയെല്ലാം ഞാൻ കുറച്ച് നെർവസ് ആയിരുന്നു. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ അടുക്ക മീൻസ് ഒന്നാമത് ആകാശിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു സ്റ്റൈലാണ്. പുള്ളി അവിടെ ഫ്രെയിം സെറ്റ് ചെയ്യുന്നു, ഷൂട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ തന്നെ കിരൺ സംസാരിച്ചിട്ടുണ്ട്, എന്താ ഇത് കയ്യാനോ അല്ലെങ്കിൽ ഡയലോഗ്സ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ കിരൺ ബ്രോയുടെ അടുക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി ഇങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, എന്തായിരുന്നു, വറീഡ് ആയിരുന്നു അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു എക്സ്പെക്ടേഷൻസ്? ആകാശ് ഇപ്പോൾ ഈ ഡയലോഗ്സ് ഇങ്ങനെ പെട്ടെന്ന് വരുന്ന സമയത്ത് ഞാൻ നെർവസായി. പക്ഷേ നെർവസ് ആകുമ്പോഴും നമ്മൾ ആ ഒരു മൊമെൻറ്റിൽ സംഭവിക്കുന്ന ഒരു സാധനമുണ്ട്, നമ്മൾ ഇതുമായിട്ട് സിങ്കായല്ലോ. അതെ. അപ്പോൾ ആ രീതിയിലാണ് ഡയലോഗ് ഡെലിവറി കാര്യങ്ങൾ അല്ലെങ്കിൽ അഭിനയത്തിൻ്റെ ഒരു പരിപാടികളെല്ലാം ഇങ്ങനെ പോയിട്ടുള്ളത്. എന്താണ് ഈ സീൻ എന്നുള്ളത് നമ്മൾ ഷോട്ടിന് തൊട്ട് മുന്നേ മാത്രമേ പറഞ്ഞു തരുള്ളൂ. കാരണം ചിലപ്പോൾ സ്ക്രിപ്റ്റ് ഉണ്ടായ സാധനമൊന്നും ആയിരിക്കും നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ടാവുക, ആ ഡയലോഗും ആയിരിക്കില്ല. അപ്പം നമ്മൾ ഓൾറെഡി പ്രീ പ്ലാൻ ചെയ്ത് വന്ന സാധനങ്ങളൊന്നും ചിലപ്പോൾ വർക്കാവുന്നില്ല. അപ്പോൾ പുള്ളി പെട്ടെന്ന് ഒരു ഡയലോഗ്സ് വന്നിട്ട് ഇതാണ് നമ്മൾ ചെയ്യാൻ വന്ന് ബ്രോ എന്നിട്ട് ചെയ്യുമ്പോഴേ ഒരു ആക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്തായാലും പാനിക് ആവും. അതിനെങ്ങനെ ഓവർകം ചെയ്തങ്ങ് പോയി. പിന്നെ ആ ഒരു ഇതുമായിട്ട് അഡാപ്റ്റേഷൻ, അവിടെ ആ ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ എന്ത് സംഭവിക്കുന്നു അതുമായിട്ട് അങ്ങ് ബിഹേവ് ചെയ്തങ്ങ് പോവുക എന്നുള്ളൊരു സാധനത്തിലേക്ക് ഞാനങ്ങ് വിശ്വസിച്ചു. അപ്പോൾ അതുകൊണ്ടായിരിക്കും ആ രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോയത്. അല്ലാണ്ട് വേറൊരു പരിപാടി നേരത്തെ പറഞ്ഞ രീതിയിൽ എനിക്ക് വേറെ ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. സ്പോട്ടിലാണ് പരിപാടികൾ ഇങ്ങനെ പോകുന്നത്, കൂടുതൽ റിഹേഴ്സൽ കാര്യങ്ങൾ അങ്ങനെ പോകുന്നില്ല. പിന്നെ ഈ പ്രൊഡക്ഷൻ സൈഡായാലും ഇപ്പം രതീഷ് സാറ് നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് കിരണിൻ്റെ ഈ കസിനാണല്ലോ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത്, പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ സമയത്ത് ഭയങ്കരമായിട്ട് അത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പറയാം, നമ്മൾ 3 ആൾക്കാരാണ്, രതീഷ് സാറ്, ഐബു, ഞാൻ. അപ്പോൾ ഈ നമ്മൾ 3 തമ്മിലുള്ളൊരു കോർഡിനേഷൻ വളരെ സ്മൂത്തായി നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കിരൺ ബ്രോ ആണ് അത് ഏറ്റെടുത്തത്. നമ്മൾ ഫസ്റ്റ് ഡിസ്കഷനിൽ തന്നെ സ്ക്രിപ്റ്റ് പറയുന്ന സമയത്ത് ശരി ഇതിൻ്റെ ഒരു ഭാഗം എനിക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ എന്തൊക്കെയാണ് എക്സ്പെക്ടേഷൻ, കസിനാണല്ലോ. അപ്പോൾ അദ്ദേഹം ഈ വർക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ട്രെയിലറോ ടീച്ചറൊക്കെ കണ്ട സമയത്ത് എങ്ങനെയായിരുന്നു പുള്ളിയുടെ ഒരു റിയാക്ഷൻ? അത് എനിക്ക് ഒരു പേടി ഉണ്ടായിരുന്നു. അതായത് ഞാൻ ഇത് രതീഷാറിനെ കൺവിൻസ് ചെയ്യുന്നത് ഷെഫീക്ക് കാണിച്ചിട്ടാണ്. അപ്പോൾ ഷെഫീക്ക് ഒരു കമേഴ്ഷ്യൽ പരിപാടി ഭയങ്കര രസമുള്ള അങ്ങനെ ഒരു സാധനം, ഒരു ജനറൽ ഓഡിയൻസിന് ആക്സസിബിൾ ആയിട്ടുള്ള സാധനം. പക്ഷേ ഈ സക്കറാത്തിലേക്ക് വരുന്ന സമയത്ത് സംഭവം മാറി. അപ്പം എനിക്കൊരു പേടി വന്നു, ഇതിപ്പോൾ ഇങ്ങനെ ഒരു സാധനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെ ആക്സെപ്റ്റ് ചെയ്യുമോ. പക്ഷേ ആൾ ഫുൾ ഹാപ്പി ആയിരുന്നു. ഈ ടീസറിൻ്റെ നമ്മൾ ആദ്യം റഫ് കട്ട് ചെയ്തപ്പോൾ കിട്ടിയൊരു പീസ് അയച്ചു കൊടുത്തപ്പോൾ ഞാൻ പേടിയോടുകൂടി അയച്ചു കൊടുക്കുന്നത്, കാരണം എന്തായിരിക്കും റിയാക്ഷൻ, റെസ്പോൺസ് എന്തായിരിക്കും എന്ന് അറിയില്ല. പക്ഷേ ആൾ ഡബിൾ ഓക്കെ ആയിരുന്നു, ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഓക്കെയാണ്. നമ്മളെ ടീസർ ഇപ്പോൾ ഓൾറെഡി റിലീസായി. അപ്പം പൊതുവേ നല്ല റെസ്പോൺസാണ്. ഇപ്പം ബ്രോ തന്നെ അറിഞ്ഞിട്ടുണ്ടാവും കുറേ ആൾക്കാർക്ക് നിന്ന് കിട്ടിയത്. ഇപ്പം പ്രൊഡ്യൂസർ ആണെങ്കിലും എല്ലാ സൈഡിൽ നിന്നും കിട്ടിയൊരു ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? മാത്രമല്ല ബ്രോ പുതിയൊരു ടീമിൻ്റെ ഒപ്പനാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ആസ് ആൻ ആക്ടർ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഭാഗമായ ആളെന്ന നിലയിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഓഡിയൻസിൻ്റെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? നമ്മൾ പ്രതീക്ഷിക്കാത്തവർ പോലും മെസ്സേജ് അയച്ചിട്ട് ആ ഒരു എന്താ പറയുക ഒരു മെൻഷനിങ് ഉണ്ട്. ഒരു ക്വാളിറ്റി, വർക്കിൻ്റെ ഒരു ക്വാളിറ്റി മൊത്തത്തിൽ ആ ഒരു 2 മിനിറ്റിൽ
നമ്മൾ മൊത്തത്തിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ റെസ്പോൺസ് ഇപ്പം ഫാമിലിൻ്റെ ഭാഗത്ത് നിന്നായി കഴിഞ്ഞാലും ആ ഒരു സ്ട്രഗ്ലിങ് പീരീഡിലാണ്, എന്നാൽ പോലും എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, എൻകറേജ് ചെയ്യുന്നുണ്ട്. ഇനിയും അതായത് മുമ്പോട്ട് നമുക്കൊരു ഹോപ്പ് കിട്ടൂലേ, ആ രീതിയിലേക്ക് ഇതിൻ്റെ ഈ ഒരു റിസൾട്ട് വന്നിട്ടുണ്ട് എന്തായാലും.